ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു വ്ളോഗാണ്, 4 മിനിറ്റ് താഴെയുള്ളൊരു വ്ളോഗായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങൾ NT സ്കാന് വേണ്ടിയിട്ട് പോവാണ്. ഇത് 1 മാസത്തോളം മുന്നേ എടുത്ത വ്ളോഗാണ് കേട്ടോ. ഞാൻ ഡേറ്റൊക്കെ അവിടെ കൊടുത്തേക്കാം, ഞാൻ ഡേറ്റ് ഒന്നും ഓർക്കുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ സ്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സ്കാൻ ചെയ്യാൻ പോകണമെങ്കിൽ രാവിലെ തന്നെ പോകണം. നമുക്ക് ആദ്യത്തെ നമ്പറൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണല്ലോ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പം വീണ്ടും പോയി വന്ന് അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് സ്ലിറ്റ് ഇല്ലാത്ത ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ആ ഒരു അൺകംഫർട്ടബിൾ ഫീൽ കുറച്ച് കുറയും. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, സാധാരണ സ്കാനിന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ചെന്നവരെ എടുത്തിട്ട് വിടുകയാണ് ചെയ്യുക. പക്ഷേ ഇത് കുറേ അധികം സമയമെടുത്തു. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ടൊക്കെ വാങ്ങിച്ച് പിന്നെ ഡോക്ടറെ കാണാനുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു. എനിക്കറിയത്തില്ല, ഇപ്പോൾ എനിക്ക് 2 മണിക്കൂറൊക്കെ മാക്സിമമാണ് വിശപ്പ് പിടിച്ച് വെക്കാൻ പറ്റുന്നത്. ആദ്യത്തെ 3 മാസം ഫുൾ നോഷിയസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒട്ടും വിശപ്പില്ലായിരുന്നു. എന്ത് ഫുഡ് കണ്ടാലും നമുക്ക് വേണ്ട എന്നുള്ള തോന്നലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ടച്ച് ഫുഡ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഛർദിയും പിന്നെ ഇതുപോലെ നമുക്കൊരു ഫുഡിനോടൊരു താല്പര്യമില്ലായ്മ അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്കൊരു 15 വീക്സ് ഒരു 14 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് വിശപ്പായിരുന്നു. അപ്പോൾ 1 മണിക്കൂറിനൊക്കെ ശേഷം ഞാൻ വീണ്ടും ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് കഴിച്ചു. ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഡോക്ടർ നമുക്കൊരു ഫോം തരും. ആ ഫോം എല്ലാം ഫില്ല് ചെയ്ത് ഡോക്ടറിന് ഫില്ല് ചെയ്തിട്ട് തരും കേട്ടോ. ഇത് നമ്മൾ ടെസ്റ്റിന് കൊടുക്കാനാണ്. ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. നമുക്ക് കുഞ്ഞിൻ്റെ എന്തെങ്കിലും ക്രോമസോമൽ തകരാറുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിർബന്ധമല്ല, പക്ഷേ എന്നാലും ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു. ഇനി ഈ ഹോസ്പിറ്റൽ വ്ളോഗ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ട് മേടിക്കാൻ വരുമ്പോഴായിരിക്കും. കാരണം 10 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആ ഒരു ഈസ്റ്റർ ആ ഒരു സമയമൊക്കെ ആയിരുന്നു നമുക്ക് 10 ദിവസം ആവുന്നത്. അതുകൊണ്ട് നമ്മൾ ഏപ്രിൽ 1-ാം തീയതി ഇനി അത് വാങ്ങിക്കാൻ വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ വന്ന് കയറി. ഇനി ഫുഡ് കഴിക്കണം, കാരണം അത്രയും വിശന്ന് പൊരിഞ്ഞായിരുന്നു. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഡാർക്ക് ഫാൻറ്റസി കഴിച്ചതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാനൊരു മടി എന്ന് വെച്ചാൽ നമുക്ക് ക്യാൻറ്റീനിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഡോക്ടർ അപ്പോഴാണ് വിളിക്കുന്നതെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അങ്ങ് നിന്നു. പിന്നെ ഈ 3 മാസത്തെ ഒരു ഹെൽത്തി ഫുഡ് ജേർണിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്രോസ്റ്റഡ് കഴിക്കാൻ കയറി. അൺഹെൽത്തി അങ്ങനെ അധികം കഴിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ക്രേവിങ്സ് ഇല്ല. വല്ലപ്പോഴും ആണ് ഒരു അൺഹെൽത്തി ക്രേവിങ്സ് ഉണ്ടാകുന്നത്. അതപ്പോൾ ഞാൻ മേടിച്ച് കഴിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ മേടിച്ച് കഴിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ കൂടുതലും കഴിക്കുന്നത്. ഇത്രയും നാൾ 3 മാസം ഫുൾ ഫ്രൂട്ട്സും ഇതൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്നതാണ് കഴിക്കുക. പിന്നെ ഒരു ക്രേവിങ്സ് തോന്നിയപ്പോൾ ഞങ്ങൾ ചിക്കിങ്ങിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. വൈകിട്ടായി കേട്ടോ. രാവിലെ പോയതാണ്, വൈകിട്ട് വരെയും അത്രയും വലിയൊരു ജേണിയാണ്. ഇനി നമുക്ക് 1-ാം തീയതി കാണാം. അങ്ങനെ ഏപ്രിൽ 1, 2024 നമ്മൾ റിസൾട്ട് മേടിക്കാൻ പോകണം. റിസൾട്ടൊക്കെ നേരത്തെ അറിഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏപ്രിൽ 1-ാം തീയതി തിങ്കളാഴ്ചയാണ് പോയത്. ശനിയാഴ്ചന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടി റിസൾട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനെ ഒരു ഷട്ടിൽ സർവീസാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ഹോസ്പിറ്റലിൽ പോവുക, ചിലപ്പോൾ ഞാൻ വൈശാഖിൻ്റെ കൂടെയാണ് പോവുക. മിക്കപ്പോഴും വൈശാഖിൻ്റെ കൂടെ തന്നെയാണ്. ഡോക്ടറെ കാണാനും സ്കാനിങ്ങിനും ഒക്കെയാണ് വൈശാഖിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. വൈശാഖ് ബിസി ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ തിരക്കാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ പോകും. ഇന്ന് പക്ഷേ ഞാനും അച്ഛനും മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ എന്നെ വണ്ടിയിൽ ഇരുത്തിയിട്ട് അച്ഛൻ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പോയിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട്. ഇത് ഞാൻ തപ്പിയെടുക്കായിരുന്നു. ഒരു കൈയും കൊണ്ട് എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് വീട്ടിൽ അമ്മയോടും പറയുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു, ഒരു ചെറിയ ചെക്കപ്പ് നമ്മൾ എടുത്തല്ലോ, പ്രഷറും വെയിറ്റും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനടുത്ത് പച്ചക്കറി മേടിക്കാൻ കയറി. ഒരു ഹെൽത്തി ജേർണി ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.